ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹാർട്ട്. ഇന്നൊരു റവ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 1/2 കപ്പ് ഷുഗർ, അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് 1/4 കപ്പ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കൂടുതലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക്, അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തൈര്, കേർഡ്. ഇനി ഇത് നാലും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഷുഗർ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത്. വലിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. അതല്ല ചെറിയ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ബാറ്റർ ഒരു 30 മിനിറ്റ്സ് ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബാക്കിയുള്ള പൗഡേഴ്സൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നതെന്നുള്ള കാണിക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്. വീണ്ടും നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഈ ബാറ്റർ ഇപ്പം തന്നെ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ആ കേടൊക്കെ നമ്മൾ ഇട്ടത് കൊണ്ട്. ഇതിനകത്ത് നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, മുട്ട ചേർത്തിട്ടേ ഇല്ല. ഓക്കെ, ഇനി ഞാനിത് ഇപ്പോൾ ഞാൻ ഓവൻ ഒരു 170 ഡിഗ്രിയിൽ ഒട്ടിച്ച് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്സ്. ഞാൻ ഇതേപോലെ തന്നെ ബട്ടർ പേപ്പറും ഇട്ട് ഓയിൽ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. അതിന് മുൻപ് ഈ ബാറ്ററിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് പീസാക്കിയ കാഷ്യൂനട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇനി ഈ ബേക്കിങ്ങിൻ്റെ ട്രേയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നന്നായിട്ട് ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കുകയാണ്. ഒരു 20 to 25 മിനിറ്റ്സ് OTGയിൽ അത് കുക്കായിട്ട് വരണം. 170 ഡിഗ്രിയിൽ ഞാനത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ്സ്. അതിന് ശേഷം ഇപ്പം 20-25 മിനിറ്റ്സിലേക്ക് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതാ 25 to 30 മിനിറ്റ്സാണ് ഞാൻ വെച്ചത്. പക്ഷേ 30 മിനിറ്റ്സിൽ ഞാൻ സ്കിവർ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, വേവാത്ത പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ്സും കൂടെ വെച്ചു. ഒരു 35 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതാവാനായിട്ട്. ഞാൻ അതൊന്നും കൂടെ കാണിക്കാം. കേക്കിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടില്ല, എന്നാലും ഒന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി, നമ്മൾ അടിപൊളി റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കളറേ കിട്ടുള്ളൂ റവയുടെ ആയതുകൊണ്ട്. ഇത് നമ്മൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ വേണമെങ്കിൽ ഒരു പീസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു 2-3 ലെയർ ആക്കിയിട്ട് വിപ്പിംഗ് ക്രീം ഇരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ക്രീമായിട്ടൊക്കെ കഴിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
കണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ആവി പറക്കണ്ട, പൊടിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. ആവി പറക്കുന്ന നമ്മുടെ നല്ല റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് എഗ്ഗ് ഉപയോഗിച്ചിട്ടില്ല, തൈരാണ് ഉപയോഗിച്ചത്. അടിപൊളി റവ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ കേക്കുകളും റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.